കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിൽ ക്വാറി ഖനന നീക്കം വീണ്ടും സമരസമിതി തടഞ്ഞു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവോടെയാണ് ഖനനം നടത്താനുള്ള നീക്കം. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. നമുക്ക് രാഹുൽ സുരേഷ് അല്പസമയത്തിനകം ചേരും. ഇതാണ് ആ പ്രതിഷേധം. സ്ത്രീകളുമൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. യെസ്, പ്രതിഷേധം. രാഹുൽ സുരേഷ് പറയൂ. മേപ്പയൂരിന് സമീപം പുറക്കാമലയിലാണ് ഈ കോറി പ്രവർത്തിക്കുന്നത്. കുറെ വർഷങ്ങളായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രതിഷേധത്തിനൊടുവിലാണ് ഈ കോറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഖനന നീക്കം അവിടെ ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കംപ്രസറുമായി ഈ കോറി ഉടമകൾ അവിടെ എത്തിയത്. പക്ഷേ അത് ജനങ്ങൾ തിരിച്ചറിയുകയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പുലർച്ചെ മുതൽ ആരംഭിക്കുകയുമായിരുന്നു. ഇപ്പോഴും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഖനന നീക്കത്തിൽ നിന്നും ഇതിന്റെ ഉടമകൾ പിന്മാറണമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇവിടെയുള്ള പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് ഇത്തരത്തിലുള്ള ഖനന നീക്കം ആരംഭിച്ചത്. ഹൈക്കോടതി ഉത്തരവ് നൽകിയതും ഇവിടെ പരിസ്ഥിതി ഈ പഠനം നടത്താതെയാണ്. അതുകൊണ്ട് തന്നെ ഖനന നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിനിടെ 15 വയസ്സുകാരനെ ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇപ്പോൾ പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നു. അവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.